ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വിഷയം വിശ്വാസം ഉറയ്ക്കാൻ എന്തു ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് വിശ്വാസം ഉറയ്ക്കാൻ എന്ത് ചെയ്യണം? ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ മുൻപിൽ ഒരാൾ വന്ന് ഒരു സങ്കടം പറഞ്ഞു. എന്നാൽ ആ വ്യക്തിയെ സുഖപ്പെടുത്താനോ ആ വ്യക്തിയുടെ മകൻ്റെ കാര്യത്തിൽ ഇടപെടാനോ അപ്പോസ്തലന്മാർക്ക് സാധിച്ചില്ല. എന്നാൽ കർത്താവ് വന്ന സെക്കൻഡിൽ അവരൊരു ഡെലിവറൻസ് നടന്നു, ഒരു വിടുതൽ നടന്നു. എന്നിട്ട് അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അവന് അപ്പോസ്തലന്മാരെ കർത്താവിനെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അതിനകത്ത് നിന്ന് എല്ലാത്തിനും കൂടി അപ്പോസ്തലന്മാർക്ക് ഒരു ബോധ്യം കിട്ടി, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് പ്രശ്നം. അവന് അപ്പോസ്തലന്മാരെ കർത്താവിനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കറിയാം, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലോർഡ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അപ്പോസ്തലന്മാരെ പ്രാർത്ഥിക്കാം. അപസ്മാര രോഗിയുടെ ആ പയ്യൻ്റെ പിതാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്കറിയാം. ആ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവെ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. കർത്താവെ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് പ്രാർത്ഥനകളുടെ അർത്ഥം ഒന്നാണ്. എന്താണ്? നമ്മുടെ വിശ്വാസത്തിന് ഒരു ഉറപ്പ്, വിശ്വാസം ഒരു വർധനവ്, വിശ്വാസം ഒരു സ്റ്റഡിനെസ്, ഒരു സ്റ്റെബിലിറ്റി, ഒരു പെർസീവറൻസ്, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൽ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പലപ്പോഴും ആൾക്കാർ പറയാറ് കാര്യമുണ്ട്, അച്ഛാ എന്തൊക്കെ സംഗതി എന്താണെന്നറിയാം, എനിക്ക് വിശ്വാസം കൊണ്ട് ഉറയ്ക്കാൻ പറ്റുന്നില്ല. കാര്യം പറയുന്ന കാര്യമൊക്കെ ശരിയാവുമെന്ന് അറിയാം, ഞാൻ ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഹൃദയം കൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആൾക്കാർ പറയാറില്ല, എനിക്ക് എപ്പോഴും അവിശ്വാസത്തിൻ്റെ ചിന്തകളാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസം ഒരു സ്റ്റഡിനെസ് കിട്ടുന്നില്ല. ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ജീവിതത്തിൽ ചില കൃഷ്ണമാർഗങ്ങളിലൂടെ, കഠിനമായ ഞെരുക്കങ്ങളിലൂടെ, കഠിനമായ പരാജയങ്ങളിലൂടെ, കഠിനമായ തകർച്ചകളിലൂടെ, കഠിനമായ രോഗപീഠകളിലൂടെ കർത്താവ് ചിലപ്പോൾ കടത്തിവിടും. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്ത് വിശ്വാസം പിടിച്ച് കുലുക്കുകയാണ്, ഉറയ്ക്കാൻ പറ്റുന്നില്ല. ഇതിനപ്പുറത്തൊരു സംഗതി ഉണ്ട്, ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ വിശ്വാസം ഉറയ്ക്കണം. ഇപ്പം നമ്മൾ ഒരു കുറ്റി നാട്ടുകയാണ്. ആ കുറ്റി നാട്ടുന്ന ആ കുറ്റി ഉറപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ കുറ്റി ഉറപ്പിക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു കുഴി എടുക്കണം. എന്നിട്ട് നമ്മൾ പല വിധത്തിൽ കുറ്റി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യും. മണ്ണെടുത്ത് മാറ്റി ആ കുറ്റി അവിടെ ഒരു പന്തലിടാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റി അവിടെ നിലത്ത് ഉറപ്പിക്കും. അതിനുവേണ്ടി ആ എടുത്തിട്ട് മണ്ണ് കുഴിലേക്ക് എടുത്തിടും. പിന്നെ എന്ത് ഒരു കമ്പ് കൊണ്ട് കുത്തി അങ്ങ് ഉറപ്പിക്കും. പിന്നെ കുറച്ച് വെള്ളം വേണം കോരി ഒഴിച്ചിട്ട് അത് കുത്തി ഉറപ്പിക്കും. അല്ലെങ്കിൽ ചെറിയ ഉരുളൻ കല്ലുകൾ, ചില പീസ് കല്ലുകൾ എടുത്തിട്ട് ഈ കുറ്റിക്ക് ചുറ്റും വെച്ചിട്ട് അതിങ്ങനെ കുത്തി ഉറയ്ക്കും. ഒരു മരക്കുറ്റിയാണെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ജീവനുള്ള ഒന്നിനെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ജീവനുള്ളത് ഉറക്കണമെങ്കിൽ എന്ത് വേണം? ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ ഒരു പശുക്കിടാവ് ഉണ്ടായി. ഒരു പശുക്കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനാദ്യം കാലുറക്കിയല്ല അല്ലേ? എന്നിട്ട് പതുക്കെ അത് നടന്ന് പതുക്കെ അതിൻ്റെ കാലങ്ങോട്ട് ഉറക്കി. എന്ന് പിന്നെ കലമാനാണെങ്കിൽ തുള്ളി ചാടാൻ വേണ്ടി തുടങ്ങും.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജീവനുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ കൊച്ചാണെന്നുണ്ടെങ്കിൽ പതുക്കെ പഠിച്ച് അവൻ്റെ അസ്ഥികൾക്ക് ബലം വെച്ച് മാംസപേശികൾ ഉറച്ച് പതുക്കെ ആ കൊച്ച് നടക്കാൻ വേണ്ടി തുടങ്ങും. അവന് ഉറച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മരമാണെങ്കിലോ, ഒരു മരം എങ്ങനെ ഉറയ്ക്കുന്നത്? ഇപ്പൊ ഒരു ചെറിയ ചെടി അവിടെ നട്ടുവെച്ച്, ഇന്നലെ കൊണ്ടുപോയി നട്ടുവെച്ച് അതിന് ചെറിയ വേരൊക്കെ പൊട്ടി ഇങ്ങനെ മുളച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി വലിച്ചാൽ അതങ്ങോട്ട് ഊരിപ്പോരും. കാരണം എന്താ? അതിന് വേരുകൾക്ക് ബലം വന്നത്, വേരുറച്ചിട്ടില്ല. അതേസമയം ഒരു 10-20 വർഷം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് വലിയൊരു ആഞ്ഞിലിയോ ഒരു തേക്കോ ഒരു ഈട്ടിയോ ഒക്കെ ആണെങ്കിൽ അതേപോലെ നമ്മൾ വലിച്ചിട്ട് കാര്യമുണ്ടോ? വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുലുങ്ങും എന്നുള്ളതല്ലാതെ അതിനൊരു കുലുക്കവും ഉണ്ടാവുകയാണ്. ഉറക്കെ പറയും ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ സഹോദരങ്ങളെ, ഒരു മരം ഉറയ്ക്കണമെങ്കിൽ ഭൂമിയിൽ അതിന്റെ വേര് വരണം, അതിന്റെ വേര് ആഴപ്പെടണം എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനി വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നിനക്ക് വേര് വരണം. എന്ത് വരണം? മറുപടി പറ. വേര് വരണം. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വിശ്വാസത്തിന് വേര് മുളച്ചിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന ആളുടെ ചോദിക്കുക, വിശ്വാസത്തിന് വേര് മുളച്ചിട്ടുണ്ട്? ചോദിച്ചു. ഓസ്ട്രേലിയക്കാരൊക്കെ ചോദിച്ചോ, സ്വിറ്റ്സർലൻഡ് എല്ലാ ആൾക്കാരും ചോദിച്ചോ, നിന്റെ വിശ്വാസത്തിന് വേര് മുളച്ചിട്ടുണ്ടോ? സഹോദരി, നിന്റെ വിശ്വാസത്തിന് വേര് മുളച്ചിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലാന്നാ പറഞ്ഞത്? ഇനി മാറ്റി പറഞ്ഞേക്കരുത് കേട്ടോ. ഇനി അടുത്ത വചനമൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. നിന്റെ വിശ്വാസത്തിന് വേര് മുളച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് എഫേസസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. എഫേസസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ചേർന്ന് വായിക്കാം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നുള്ളത് നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം കിട്ടിയോ? എന്നാ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കോ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം വഴി ആരാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്? ക്രിസ്തുവാണ് വസിക്കുന്നത് അല്ലേ? നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, തലമുറയെ പാരമ്പര്യം കിടക്കുന്ന വിശ്വാസം, ആ വിശ്വാസം നമുക്ക് ലഭിക്കുമ്പോൾ അതുവഴി ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട ക്രിസ്തു നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നറിയാവോ? ഇതിനകത്ത് വിശ്വാസത്തിന് അടിയുറയ്ക്കണം. വിശ്വാസത്തിന്റെ അടിയുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ സ്നേഹത്തിന്റെ വേര് പാകണം. വിശ്വാസത്തിന്റെ വേരിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് സ്നേഹം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെടുന്നത്? നിങ്ങൾക്ക് സ്നേഹമാകുന്ന വേര് വരണം. വേര് മുളയ്ക്കാത്തടത്ത്, വേര് വേഗം പാകാത്തടത്ത് ഉറക്കിയല്ല. അതിന്റെ ബേസ്മെന്റ് അത് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ വിശ്വാസത്തിന്റെ ബേസ്മെന്റ് ആണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹം. വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരു അടിത്തറ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അതിൻ്റെ താഴെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സംഗതികൾ വേണം. അപ്പൊ നോക്കിയേ, സ്നേഹത്തിന്റെ വേര് പാകാത്തടത്ത് വിശ്വാസത്തിന് ഉറപ്പില്ല. നിങ്ങളിത് പറയുമ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെബ് ലൈവിലെ ക്ലാസ് നോക്കിച്ചിട്ട് കട്ടി കൂടിയ വിഷയങ്ങളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വചനം തരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ഞാൻ ഓർക്കാൻ ചില സ്ഥലത്ത് ബിൽഡിങ് പണിത് വാർപ്പ് കഴിഞ്ഞ് എല്ലാം നല്ല ക്ലിയറായി, ബെഞ്ചിരിപ്പിന് പൊടുപെടുവോ എന്ന് പിടിച്ചത് താഴേക്കും. എന്താ കാരണം? അതിൻ്റെ അടിത്തറ സ്ട്രോങ് അല്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിന്റെ വേര് പാകാത്തിടത്ത് വിശ്വാസത്തിന്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. സ്നേഹത്തിന്റെ വേര് പാകാത്തിടത്ത് വിശ്വാസത്തിനെതിരെ പ്രതിസന്ധികൾ വരുമ്പോൾ മറിഞ്ഞ് താഴെ കിടക്കും. ഇപ്പൊ നോക്കിയ മാത്യു കാറ്റ്, എന്തൊക്കെ കാറ്റുകളാണ് വരണത് അല്ലേ? സുനാമി, ഓരോ തരത്തിലുള്ള സംഗതികൾ വരിക. അങ്ങനെ ഓരോ തരത്തിലുള്ള കാറ്റുകള് വിശ്വാസത്തെ ഉലയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, സ്നേഹമെന്ന വേര് പാകാത്തടത്ത് വിശ്വാസത്തിന് ഉറപ്പില്ല. അതുകൊണ്ട് നീ വിശ്വാസത്തിൽ നിനക്ക് വളരാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം എന്നറിയാം, സ്നേഹത്തിന്റെ വേരുകൾ വരണം. സ്നേഹത്തിന്റെ ഈ വേര് വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു നോക്ക്. ഒരു ചെടി കുറിച്ച് വെച്ചിട്ട് ഞാൻ അവിടെ പറയാണ്, സ്നേഹത്തിന്റെ വേര് വരട്ടെ, സ്നേഹത്തിന്റെ വേര് വരട്ടെ, സ്നേഹത്തിന്റെ വേര് വരട്ടെ. സ്നേഹത്തിന്റെ വേര് വരുവോ? ഇല്ല. അത് മരത്തിൽ നിന്ന് നൈസർഗികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് സ്നേഹമെന്ന് പറയുന്നത്.
ആ വേരെന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെ നിനക്ക് വിശ്വാസം, ശരിക്കും റിയൽ വിശ്വാസം നിന്റെ ജീവിതത്തെ കർത്താവ്, നീ യേശുവിൽ, നീ ക്രിസ്ത്യാനിയാണ്, മാമോസ സ്വീകരിച്ചെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞുതരാം. യേശു ദൈവമാണെന്ന് നമുക്കറിയാം, യേശു ദൈവമാണെന്ന് പിശാചിനും അറിയാം. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലത്തെ ഒരു വിശ്വാസമാണത്. ശരിക്കും നിനക്ക് റിയൽ ഫെയ്ത്ത്, if you have faith in Jesus, surely there will be a root. The root is love. Say hallelujah. Hallelujah. ഒരുമിച്ച് പറയാം hallelujah. Hallelujah. Praise the Lord. Praise the അതുകൊണ്ട് Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തിന്റെ ശരിക്കും വിശ്വാസം ഉണ്ടോന്ന് അറിയുന്നത് എങ്ങനെയാ? നിന്റെ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ വേരുപാകിയിട്ടുണ്ടോ? അല്ലേ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലേ പ്രിയപ്പെട്ട ഭാര്യയെ, അല്ലേ പ്രിയപ്പെട്ട മക്കളെ, അയ്യേ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം എന്നാൽ വേര് പാകിയിട്ടുണ്ടോ? അപ്പനും അമ്മയും മക്കളും മാതാക്കന്മാരും സഹോദരന്മാരും സ്നേഹത്തിൽ വേര് ഇങ്ങനെ അടിയുറച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണോ നിന്റെ കുടുംബം? അതോ അപ്പനും അമ്മ ഒരു വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്, പിള്ളേര് വേറൊരു വഴിക്ക്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു വിശ്വാസിയായ കുടുംബമാണെങ്കിൽ, നീ ഒരു വിശ്വാസിയായ കുടുംബസ്ഥനാണെന്നുണ്ടെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, അവിടെ ഒരു വേര് പാകിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ ശ്രമിക്കുന്ന കാര്യമാണ് എന്നറിയാം, ഈ മരങ്ങൾ ഇങ്ങനെ ചൂട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നത്? ഒരു മരത്തിന്റെ വേര് അടുത്ത മരത്തിന്റെ വേരിന്റെ ഇടയ്ക്കോട്ട് ചെന്ന് കയറിയിട്ട് ആ മരത്തിന്റെ വേര് ഇതിന്റെ മുകളിലോട്ട് കയറി വളഞ്ഞ് കുത്തി, അതായത് ശരിക്കും കൊട്ട നെയ്യുന്നത് പോലെയാണ് അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെ വേരുകളെല്ലാം പാകി അത് ഭൂമിയിലേക്ക് നിൽക്കുക. അപ്പൊ ഒരു മരം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സ്നേഹത്തിന്റെ വേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തിന് നേരെ ഇന്ന് ഒരുപാട് തരത്തിലുള്ള കാറ്റും കോളും നിന്റെ കുടുംബത്തിന് നേരെ വരുമ്പോൾ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഡികാസക്തിയുടെ കാറ്റ്, പ്രലോഭനത്തിന്റെ കാറ്റ്, ദൈവബോധന ലംഘനത്തിന്റെ കാറ്റ്, കൊടുങ്കാറ്റുകൾ നിന്റെ കുടുംബത്തിന് നേരെ വരുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ, വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞവൾ നിന്റെ കുടുംബം വീണ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ മക്കൾ വീണ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്നേഹം കൊണ്ട് വേര് പാകണം. സ്നേഹമെന്ന് പറഞ്ഞ വേര്, മരം വേരുണ്ടെന്ന് ഇച്ചിരി വേര് അതങ്ങ് പുറത്തേക്ക് വരണം എന്ന് പറയുന്ന പോലെ എനിക്കുള്ള സ്നേഹമുണ്ട് പറഞ്ഞ കാര്യമില്ല. ഈ സ്നേഹം പ്രകടിപ്പിക്കണം. ഒരമ്മ പറയുക കൊച്ചിനോട്, എനിക്ക് ഭയങ്കര സ്നേഹം എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ അമ്മ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? അമ്മ ആ കൊച്ചിനെ എടുത്ത് ചുംബിക്കുന്നു, അതിനെ ലാളിക്കുന്നു, അതിനെ താരാട്ട് പാട്ടുന്നു, അതിനെ കുളിപ്പിക്കുന്നു, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനത്തുള്ള പ്രകടനങ്ങളിലൂടെയാണ് ആ കുഞ്ഞിന് അമ്മയ്ക്ക് സ്നേഹം തന്നോടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. എന്ന് പറയുന്നത് പോലെ നിനക്ക് ശരിക്കും ദൈവത്തിന്റെ സ്നേഹം നിന്റെ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, you have to express that love. You have to express your love to the neighbors. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ പ്രകടമാക്കണം. അപ്പൊ നീ വിശ്വാസത്തിൽ ഉറച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അതെങ്ങനെ പ്രകടമാക്കും? ദൈവത്തിന്റെ വചനം പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അത് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് 1 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ. 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് ബൈബിളിൽ നിന്ന് നടക്കാവോ? 1 John chapter 3 verse 17. സുവിശേഷമല്ല, ലേഖനമാണ്. അവസാന ഭാഗത്തായിട്ട് വരും. 1 John chapter 3 verse 17. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ തുറന്നെടുക്കാം. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ 1 John chapter 3 verse 17. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം മടക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ആ സ്ക്രീനിൽ ഒന്നുകൂടെ നോക്കിയിരുന്നു. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ഇനി ഇങ്ങോട്ട് നോക്കാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവത്തിന്റെ സ്നേഹം ശരിക്കും നീ പ്രകടമാക്കണം, എങ്കിലേ നീ വിശ്വാസത്തിൽ ഉറയ്ക്കുള്ളൂ. അപ്പൊ ദൈവത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടമാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള മാർഗം പറഞ്ഞിരിക്കുക.
നിനക്ക് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ സഹായം നിന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവന് വേണ്ടി നീ ഒരു കാര്യം പോലും ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ അവന് ദൈവസ്നേഹം കുടികൊള്ളും? എങ്ങനെ അവൻ വിശ്വാസത്തിൽ ഉറയ്ക്കും? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതെല്ലാം ന്യായവിധിക്ക് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന സ്ഥലമാണ് ന്യായവിധി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഒരുമിച്ച് പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് സ്നേഹത്തിൻ്റെ പേര് വരണം. സ്നേഹത്തിൻ്റെ പേര് പ്രകടമാകുന്നതാണ് നിനക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനുണ്ടാകുന്ന മനോഭാവം. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്ന സന്യാസം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അതായത് നിങ്ങളുടെ അറപ്പുരകളിൽ ഇരുന്ന് ദ്രവിച്ചു പോകുന്ന ചെരുപ്പുകളും നിങ്ങളുടെ അലമാരകൾക്കുള്ളിരിക്കുന്ന വസ്ത്രങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സകല സംഗതികളും നീ കുട്ടിയൊഴിച്ച് വെച്ചിരിക്കുന്നില്ല പാവപ്പെട്ട വിശക്കുന്ന മനുഷ്യരുടേതാണ്, നഗ്ന ഭാര്യയുടേതാണെന്ന് വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾ വന്ന് സഹായം ചോദിച്ച് സഹായം കൊടുക്കുന്നതല്ല. സഹായം അർഹിക്കുന്നവനായിട്ട് ഒരുവനെ കണ്ടാൽ അവൻ ചോദിച്ചില്ലെങ്കിൽ നീ അവനെ പോയി സഹായിക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ദൈവസ്നേഹത്തിന്റെ പ്രകടനമുള്ള വ്യക്തി. ഞാൻ നിങ്ങളോട് ചോദിക്കാണ് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കാണ്, സ്നേഹത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ വരാതെ എങ്ങനെ അവൻ വിശ്വാസത്തിൽ ഉറയ്ക്കും? സ്നേഹത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ പുറത്ത് വരാതെ എങ്ങനെ അവൻ വിശ്വാസത്തിൽ ഉറയ്ക്കും? മറ്റു വാക്കിൽ പറഞ്ഞാൽ അവൻ എങ്ങനെ വിശ്വാസിയായിട്ട് തീരും? അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് വരണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിനക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ എളുപ്പമാർഗം നിന്നിലൂടെ സ്നേഹത്തിന്റെ പ്രവർത്തികൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിശ്വാസം നിനക്കുണ്ടെന്നുള്ളത്, ആ വിശ്വാസം നിന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്നുള്ള. അപ്പൊ സ്നേഹത്തിന്റെ പ്രവൃത്തി ഇല്ലാത്തിടത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ വിശ്വാസം അവനെ രക്ഷിക്കുകയല്ല. ഇത് വലിയൊരു അപകടകരമായ വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ രക്ഷപ്പെടണം നിർബന്ധമില്ല. കാരണം നിന്നിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന വേറാകുന്ന ദൈവസ്നേഹത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അതെവിടെ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 2:14. നല്ല വചനമാണത്, നമുക്ക് ഒരുമിച്ച് ഉറക്കം വായിക്കാം. യാക്കോബ് 2:14. നല്ല ഉറക്കം നിർത്തി പവർഫുൾ ആയിട്ട് അങ്ങ് വായിക്കാം. വായിച്ചോ. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒന്നുകൂടെ സ്ക്രീനിൽ നോക്കിക്കോ. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സഹോദരൻ നോക്ക്, ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ രക്ഷപ്പെടുന്നു ചിന്തിക്കരുത്. ആ വിശ്വാസത്തിന് അവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിക്കുക. അപ്പൊ വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പൗലോസ് ശ്ലീഹ പറയുമ്പോൾ എൻ്റെ സഹോദരൻ, വിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ പ്രവർത്തികൾ കൂടി വന്നാൽ ആ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വിശ്വാസമുണ്ടെന്ന് പറയുകയും ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ എന്ത് നന്മയാണുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആദിമ സഭ അല്ലേ, ആദിമ സഭയിൽ വിശ്വാസത്തിന് ഭയങ്കരമായ വളർച്ചയായിരുന്നു അല്ലേ. ആദിമ സഭയിലെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ അവർ യേശുവിനെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചുകൊണ്ട് ഇറങ്ങിയ സമയത്ത് വിശ്വാസം കരുത്താർജിച്ച് വിശ്വാസത്തിന് അത്ഭുതകരമായി പറഞ്ഞോടെ അനുദിന ആൾക്കാരെ സഭയെ ചേരുക, വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറച്ച് പറഞ്ഞു. എന്താണ് കാരണം?
ആദിമ സഭയിൽ വിശ്വാസത്തിന് വളർച്ചയുണ്ടാകാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെക്കുറിച്ച് ബൈബിളിൽ കിടക്കുന്ന അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനമുണ്ട്. അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതി സഹായം അർഹിക്കുന്നവനെ കണ്ടാൽ അവർ അതേപോലെ സഹായിച്ചിരുന്നു. സ്വന്തം സമ്പത്തൊന്നില്ല. കാരണം എന്താ? അവരെ സംബന്ധിച്ച വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തി വന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ അവർ ആദിമ സഭയിൽ വിശ്വാസത്തിന്റെ വളർച്ച ഉണ്ടാകാൻ കാരണം അവർ ധ്യാനം കൂടി ഇപ്പൊ അല്ലെങ്കിൽ അവരാ വചന ശുശ്രൂഷ സംബന്ധിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്നേഹത്തിന്റെ പ്രവൃത്തി വരിക. അങ്ങനെയാണ് ഇങ്ങോട്ട് നോക്ക്. ഇന്ന് വിശ്വാസത്തിന്റെ വരൾച്ചയ്ക്ക് കാരണം എന്താ? അന്ന് വിശ്വാസത്തിന്റെ വളർച്ചയാണെങ്കിൽ ഇന്ന് വിശ്വാസത്തിന്റെ വാക്കെടുത്ത് വെക്കാൻ നീ തയ്യാറാകാത്തത് കൊണ്ട്, നിന്റെ ജീവിതത്തിന്റെ സ്വാർത്ഥതയുടെയും നിന്റെ ജീവിതത്തിന്റെ കാര്യലാഭത്തിന് വേണ്ടി നീ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുകയാണ്, ഈ വിശ്വാസം നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കരുത്. കരിസ്മാറ്റിക് നവീകരണത്തിന്റെ കാര്യം ചിന്തിക്കുക. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ സഭയുടെ നവീകരണത്തിന് വേണ്ടി ഒരുപാട് സംഗതികൾ കൊണ്ടുവരും. ആദ്യകാല നവീകരണ ധ്യാനങ്ങൾ കൂടുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ മേലുകേട് നേട്ടമില്ല. അവരെന്തേതോ അവർ ഒരുപാട് സന്നദ്ധ ഒരുപാട് നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിതം അങ്ങോട്ട് ഒഴിഞ്ഞു വെക്കായിരുന്നു അല്ലേ? നിങ്ങൾ ചോദിച്ചാൽ ആദ്യകാല നവീകരണ ധ്യാനങ്ങൾ കൂടി എത്ര മനുഷ്യനാണ് അനാഥ ശാലകള്, അനാഥ മന്ദിരങ്ങള്, സ്വന്തം വീട് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി വാസസ്ഥലമാക്കി കൊടുത്ത് എത്ര സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അവനവൻ്റെ ചില ആൾക്കാർക്ക് ധ്യാനം ഒരു കുളി പോലെയാണ്. ഞാൻ നേരത്തെ ഒരു കാലത്ത് പറയാം, ഒരു കുളി പോലെ എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ വന്ന് വചനമൊക്കെ നന്നായിട്ട് കളിച്ച് കുളിച്ച് വിളിക്ക് വൃത്തിയായി അങ്ങോട്ട് പോകും. അതല്ല ധ്യാനം, അതല്ല വചന ശുശ്രൂഷ. എൻ്റെ സഹോദരങ്ങളെ, ഓരോ വചനം കേൾക്കുമ്പോൾ ഇതിനെ നിന്റെ ചങ്ക് തുളച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയിൽ നിന്റെ സ്വാർത്ഥതയുടെ ആ ഒരു ചില്ലുകൊട്ടാനെ തകർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിനക്ക് സാധിക്കാത്തിടത്തോളം കാലം ഈ കേൾക്കുന്ന ഒരൊറ്റ വചനത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുണ്ടാവില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ സുഖിപ്പിക്കുന്ന നല്ല രസകരമായ കുറച്ച് കാര്യങ്ങൾ കന്നതുകൊണ്ട് ആയില്ലല്ലോ. നമ്മുടെ ആത്മരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനത്തെ വളരെ ശക്തമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അവരൊക്കെ പറയാം ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. ആദിമ സഭയിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബം പോലെ സഹായം അറക്കുന്ന ആര് കണ്ട് അവൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അവനെ സഹായിച്ച് ചെയ്ത് കൊടുത്ത് അത് വേറൊന്നും നോട്ടമില്ല. ഇന്ന് അവനവന്റെ കാര്യത്തിൻ്റെയും ഈ സെക്കുലറിസം ബാധിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് പോലും ഒരു കോണ്ടാക്ട് ഇല്ലാതെ നീ ഒരു പ്രത്യേക തരത്തില് ഇങ്ങ് പറന്ന് വരുമ്പോ അവിടെ ഏത് സ്നേഹത്തിന്റെ പ്രകടനമാണുള്ളത്? അവിടെ ഏത് വിശ്വാസമാണുള്ളത്? അവിടെ ഏത് വിശ്വാസത്തിനാണ് ഉറയ്ക്കണത്? അത് ഏത് വിശ്വാസത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ രക്ഷിക്കാൻ കഴിയില്ല. ഈ വിശ്വാസം തന്നെ സ്വർഗത്തിൽ എത്തിക്കില്ല. ഈ വിശ്വാസം ജീവൻ നൽകുന്നതല്ല. ഈ വിശ്വാസം ജീവനുള്ളതല്ല. അതിന് പേരില്ലാത്ത വിശ്വാസമാണ്. ജീവൻ എന്നാണ് ഞാൻ വിശ്വാസത്തിന് ജീവനുണ്ട്. ആ ജീവന്റെ പേരാണ് ദൈവസ്നേഹം. അല്ലാത്ത ജീവൻ ഇല്ലാത്ത വിശ്വാസമാണ്. അതെവിടെ വായിക്കുന്നത്? യാക്കോബ് ലേഖനത്തിലാണ് വചനം. യാക്കോബ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 2:17. യാക്കോബ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. യാക്കോബ് 2:17. നമുക്ക് ബൈബിൾ തുറന്ന് സ്ക്രീനിൽ നോക്കി നല്ല കൃത്യമായിട്ട് ആ വചനങ്ങളെല്ലാം നമുക്ക് വായിച്ച് പഠിക്കുന്നതാണ്. യാക്കോബ് 2:17 നമുക്ക് ഒരുമിച്ച് ഉറക്കം നിർത്തി പവർഫുള്ളായിട്ട് നന്നായിട്ട് വായിക്കാം. ചേർന്ന് വായിക്കാം. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പഠിപ്പിക്കുകയാണ്. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യം വചനം കേൾക്കുന്ന സമയത്ത് ആ വചനം ഒരു പ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? അതായത് ഏത് വചനമാണെങ്കിലും ഈ വചനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ വചനം ആ വചനം ഒരു പ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അല്ലേ? ഒരു നിനക്കുള്ള ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ള നിഷേധിക്കരുത്. ഈ വചനത്തിൻ്റെ പ്രവൃത്തി ഉണ്ടോ? ഉണ്ട് അല്ലേ? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറും. വചനത്തിനുണ്ടോ? ഉണ്ട്. അപ്പം നോക്കിയാൽ ഓരോ വചനം ഓരോ പ്രവൃത്തിയിലേക്ക് വരാൻ ചൂണ്ടുന്നുണ്ട്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വചനത്തിലുള്ള വിശ്വാസവും നിന്റെ വിശുദ്ധ കുർബാനയുള്ള വിശ്വാസവും എൻ്റെ സഹോദരങ്ങളെ, അത് നിർജീവം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്തത്. ഇറ്റ് വോണ്ട് ഗീവ് യു ഇറ്റേണൽ ലൈഫ്. ഇത് നിനക്ക് നിത്യജീവനിലേക്ക് എത്തിക്കുന്നതല്ല. അത് നിർജീവമാണ്, അത് ജീവനില്ലാത്തതാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, നടന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സൊന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രവർത്തികൾ കൂടാതെ വിശ്വാസത്തിന് ജീവൻ ഇല്ലാത്തതാണ് സഹോദരങ്ങളെ. അത് ജീവൻ നൽകുകയല്ല, അത് നിർജീവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വിശ്വാസം ജീവനുള്ളതാകണമെങ്കിൽ നിനക്ക് ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തി വരണം. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം കാര്യമില്ല സഹോദരൻ. അത് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അത് നിനക്ക് ഉയർപ്പേകില്ല എന്നുള്ളതാണ് വചനം പഠിപ്പിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് കർത്താവ് പറയുന്നുണ്ട്. പല ലേഖനത്തിന് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെ വിശ്വാസത്തിൽ ഉലയ്ക്കുന്ന ചില സംഗതികൾ നിന്റെ ജീവിതത്തിൽ വരും, അല്ലേ? വിശ്വാസത്തിൽ ഉലയ്ക്കുന്ന ചില സംഗതികൾ നിന്റെ ജീവിതത്തിൽ വരും, അല്ലേ? ഒരുപാട് തരസം അവിടെ പ്രാർത്ഥിച്ച് പോയിട്ട് ചിലപ്പോൾ പൊടുന്നനെ ചില വിപരീത സാഹചര്യങ്ങൾ വരാം. വേറെ ഉദാഹരണം പറയാം. അതായത് ഒരു മരം വളരുന്നതിനനുസരിച്ച് മരത്തിന് കാറ്റുപിടുത്തം ഉണ്ടാവും, അല്ലേ? ഒരു മരം വളരുന്നതിനനുസരിച്ച് മരത്തിന് കാറ്റുപിടുത്തം കൂടും എന്ന് പറയുന്നത് പോലെ നിന്റെ വിശ്വാസം വളരുന്നതിനനുസരിച്ച് നിനക്ക് കാറ്റുപിടുത്തം ഉണ്ടാവും, വിശ്വാസത്തിൽ പ്രതിസന്ധി ഉണ്ടാവും. അപ്പം നീ കാറ്റിനോട് മരം പോരാടണമെങ്കിൽ എന്തിനാ? മരത്തിന് വേര് വേണം. മരത്തിന് വേരില്ലെങ്കിൽ കാറ്റ് വരാൻ നോക്കിയിരിക്കും മരം പെടന്ന് വീഴാൻ എന്ന് പറയുന്നത് പോലെയാണ് സഹോദരങ്ങളെ. നിന്റെ വിശ്വാസത്തിന് ദൈവസ്നേഹമാകുന്നതുകൊണ്ടുള്ള പ്രവൃത്തിയോട് വേര് വന്നിട്ടില്ലെങ്കിൽ വിശ്വാസത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ വിശ്വാസത്തിൽ പെടന്ന് വീഴും. യൂദാസ് എഴുതിയ ലേഖനം, സെന്റ് ജൂൺ യൂദാസ് ലേഖനത്തിൽ അതിന് 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യൂദാസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. സെന്റ് ജൂഡ്, അതിനകത്ത് ഒരു ചാപ്റ്ററേ ഉള്ളൂ. അതിന് വേഴ്സ് 3. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ സ്ലീഹ പറയാണ്, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി. അപ്പോഴാണ് ഒരു കാര്യം ശക്തമായിട്ട് എഴുതാൻ എനിക്ക് തോന്നിയത്. വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉദ്ദേശം ഞാൻ എഴുതാം. അപ്പോൾ സ്ത്രീക പറയും, വേറെ ഒരുപാട് വിഷയങ്ങൾ എഴുതാനുണ്ടെങ്കിലും ഇത് എഴുതാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സ്ക്രീൻ നോക്ക്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? വിശുദ്ധൻ നീയാ. യേശുവിനെ രക്ഷകനെ നാഥനുമായി സ്വീകരിച്ച ഏതൊരു വിശ്വാസി വിശുദ്ധനാണ്. വിശുദ്ധർക്ക്, വെരി ഗുഡ്, വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. വിശ്വാസത്തിന് നിനക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന കർത്താവ്, നിന്റെ കാരണന്മാരെ കൊളുത്ത് തന്നിരിക്കുന്ന ഈ വിശ്വാസം നീ പോരാടണം. അപ്പം ഇങ്ങോട്ട് നോക്കാം സഹോദരങ്ങളെ. ISS ഭീകരന്റെ മുമ്പിൽ ക്രിസ്ത്യാനി വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട, അവർക്ക് മാത്രമല്ല പോരാട്ടമുള്ളത്. യേശുവിനെ നാഥനെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ നിന്നെ യേശു വേണോ അതോ വേറെ വല്ലതും വേണോ, അല്ലെങ്കിൽ യേശുവിനെ ഉപേക്ഷിക്കാൻ വേറെ നിനക്ക് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ മാത്രമല്ല എൻ്റെ മക്കളെ നീ വിശ്വാസത്തിന് പോരാടുന്നത്. നിന്റെ അനുദിന ജീവിതത്തിൽ ഈ വിശ്വാസത്തിന് പോരാട്ടം നീ നടത്തണം. അപ്പൊ വിശ്വാസത്തിന്റെ പോരാടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ശത്രു നമ്മളെ കൊല്ലാൻ നിൽക്കുമ്പോൾ മാത്രമല്ല വിശ്വാസത്തിന് പോരാടേണ്ടത്. മറിച്ച് നിന്റെ അനുദിന ജീവിതത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം നടക്കണമെങ്കിൽ നിനക്ക് പേര് വേണം. അതെവിടെ വായിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടെ ആഴത്തെ മനസ്സിലാക്കുക. ഒരു വചനം പഠിച്ച കുറച്ച് ക്ലിയറാണ്. ഫിലിപ്പി ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:27. ഫിലിപ്പി ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. 1:27. ബൈബിൾ തുറന്നെടുക്കാവോ? ബൈബിൾ തുറന്നെടുക്കാം. ഫിലിപ്പി 1:27. ഇനി നമുക്ക് ഒരുമിച്ച് പൗലോസ് പറഞ്ഞ വചനം നന്നായിട്ട് ഒരുമിച്ച് ഉറക്കം പവർഫുൾ ആയിട്ട് അങ്ങ് വായിക്കാവോ? ഞാൻ നിങ്ങളെ വന്നു കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങളുടെ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവിധം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ
നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. അത് ചില കോംപ്ലിക്കേറ്റഡ് വചനമാണ്. നിങ്ങൾ ഒന്നുകൂടെ സ്ക്രീനിൽ നോക്കിയിരുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാവേ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും ഇനി ഞാൻ നിങ്ങളെ ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണം. ഒരേ ആത്മാവോടും അതേ ഒരേ മനസ്സോടും ഉറച്ചു നിന്ന് സുവിശേഷത്തിനുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്ക വിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. വല്ല മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മക്കളെ? ഇത് ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അതിന് പഠിപ്പിക്കുകയാണ്. ഒന്നുകൂടെ വായിക്കാൻ നിങ്ങൾ കേട്ടോ. സുവിശേഷത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്ക വിധം സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം. ഈ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പം ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നീല കളറിൽ നോക്കിയിരിക്കുന്ന ആ സന്യസ്തയിലേക്ക് നോക്കിയിട്ട് എന്താണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നാണ് പറഞ്ഞത്. എന്താണത്? സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നീ ജീവിക്കുന്നു എന്ന് പറയുന്നത് നിന്റെ സുവിശേഷത്തെ പ്രതിയുള്ള വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, പറഞ്ഞുതരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ സുവിശേഷം ഉണ്ടല്ലോ, ഈ സാധനം, ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കുക എന്ന് പറയുന്നത് നീ വിശ്വാസത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സുവിശേഷത്തിന് അനുസൃതമായ ജീവിതം നയിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനകത്തൊരു പോരാട്ടമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ഇതിനകത്തൊരു പോരാട്ടം ഉണ്ടെന്ന് വ്യക്തമാണ് എന്നെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, നിനക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ ഒരു പോരാട്ടം ഉണ്ടോ? കേരളത്തിന് കോൺടെക്സ്റ്റ് പറയാം. അതായത് ഒരു ചേട്ടൻ, അയലോക്കത്തൊരു ചേട്ടത്തി വന്നിട്ട് അതേ ഒരു കല്യാണത്തിന് പോകണം, നിന്റെ കഴുത്തേ കിടക്കുന്ന മാല എനിക്ക് ഒരു മാസത്തേക്ക് തരാവോ? ഊരി കൊടുക്കുമ്പോൾ ഒരു പോരാട്ടം ഉണ്ടോ? അത് കിട്ടുമില്ലെന്ന് ആർക്കറിയാം? അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, അതായത് മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചു. 2 വർഷം കഴിഞ്ഞിട്ട് മകൾ കല്യാണമുള്ളൂ. അപ്പോഴിതാ ഒരാൾ വന്ന് ചോദിച്ച്, എൻ്റെ മകളെ കെട്ടിക്കാൻ യാതൊരു നിർവാഹമില്ല, കുറേ പൈസ തരണം, ഞാൻ എങ്ങനെ 1-2 വർഷം നിങ്ങളെ മകളെ കെട്ടിക്കാൻ അവൻ തിരിച്ചു തരാം. എടുത്ത് കൊടുക്കുമ്പോൾ ഒരു പോരാട്ടം ഉണ്ടോ? മിണ്ടില്ലല്ലോ. മിണ്ടാണ്ടിരുന്നോട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദൈവവചനം പാലിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാ യാക്കോബേ ആ നദിയുടെ തീരത്ത് വെച്ച് മാലാഖയായിട്ടൊരു മൽപ്പിടുത്തം നടത്തി, ഓർക്കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വചനം കേട്ടോ. മിശ്ര വിവാഹം തെറ്റാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പാടുള്ള ദൈവത്തിന്റെ വചനം നിന്നെ ഉത്ബോധിപ്പിക്കുന്നു. അപ്പൊ നീ എന്ത് ചെയ്തത്? നീ ക്രിസ്ത്യാനിയായിട്ട് മറ്റേ ജാതിയായിട്ട് നിന്നിട്ട് നീ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സേവകൻ പട്ടാച്ചന്റെ മിശ്ര വിവാഹം വചനാശ്രിതം എന്ന ലീബിൽ നിനക്ക് കിട്ടുക. നീ അത് വായിച്ചു. അപ്പൊ സംഗതി മനസ്സിലായി, ഇത് ദൈവവചനത്തിന് വിരുദ്ധമായ സംഗതി. നീ എപ്പ ഉള്ള ആ പ്രേമബന്ധം ഉപേക്ഷിക്കുന്ന നിനക്ക് മനസ്സിലൊരു പോരാട്ടം ഉണ്ടോ? എല്ലാവരും ഞായറാഴ്ച ബിസിനസ് ചെയ്ത് ജോലി ചെയ്ത് അവന് വരുമാനം ഉണ്ടാക്കുമ്പോൾ നീ ക്രിസ്ത്യാനി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞായറാഴ്ച കട തുറക്കാതിരിക്കുമ്പോൾ ഒരു പോരാട്ടം ഉണ്ടോ? എൻ്റെ കുഞ്ഞ സഹോദരങ്ങൾ ഇങ്ങോട്ട് നോക്കേ. വചനം എന്നതാന്ന് പറഞ്ഞിരിക്കുന്നത് വാള്. മനസ്സിലായോ? വചനം എന്താണ്? വാള്. വാൾ എന്തിനാ? ഒരു പോരാട്ടത്തിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വചനവുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് സഹോദരൻ. വിശ്വാസത്തിനൊരു പോരാട്ടമാണത്. പോരാടുന്നുണ്ടോ? ഈ ഭൂമിയിൽ പോരാടുന്നതിൽ നീ പരാജയപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്വർഗത്തിൽ നിനക്ക് സീറ്റില്ല. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് സുവിശേഷാനുസൃതമായ ജീവിതം നയിക്കുക, വചനബദ്ധിതമായ ജീവിതം നയിക്കുക. വചനബദ്ധിതമായ ജീവിതത്തെ വിളിക്കുന്ന ഓൾ ബൈബിൾ we could put in one sentence, that's love.
അത് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്ന സ്നേഹമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നിനക്ക് ഈ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യണം. നിനക്ക് ഭയങ്കര പോരാട്ടമാണ് സഹോദരങ്ങളെ, ഭയങ്കര പോരാട്ടം. ഒരു വസ്തു നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഒരുവൻ വന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറഞ്ഞു വിടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എവിടെ പോയി? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നീ വിശ്വാസത്തിൽ ഉറയ്ക്കാത്തത്? കാരണം സ്നേഹത്തിൻ്റെ വേര് വരുന്നില്ല, നീ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നില്ല. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറെ വ്യക്തമായ വചനമുണ്ട്. എന്നാന്നറിയാം, ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ഒരു വചനം നിങ്ങൾ പരിചയപ്പെടുത്താം. 1 തെസ്സലോനിക്ക 3:7. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 1 Thessalonians chapter 3 verse 17. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണത്. ഇതുമായിട്ട് വളരെ ചേർന്ന് പോകുന്നൊരു വചനമാണ്. നമുക്ക് ആ വചനം ഒന്ന് ഉറക്കെ വായിക്കാം. 1 തെസ്സലോനിക്ക 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഉറക്കം നിർത്തി പവർഫുൾ ആയിട്ട് അങ്ങ് വായിക്കാം. വായിച്ചോ. ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ആ സ്ക്രീനിൽ നോക്കിക്കോ, വചനം പഠിപ്പിക്കാം. സഹോദരരുടെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ഇവിടെ നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഞങ്ങൾക്ക് ആശ്വാസം തരുന്നത്? വിശ്വാസം, അല്ലേ? ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും എല്ലാ ഞെരുക്കങ്ങളിലും വിശ്വാസികൾ പറയുകയാണ്, ഞങ്ങൾ എല്ലാ കഷ്ടതകളിലും എല്ലാ ഞെരുക്കങ്ങളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ആരുടെ വിശ്വാസം? നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം പറയാം. ഇപ്പം ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി, അല്ലെങ്കിൽ പിന്നെ തൊണ്ട വരണ്ട്, ചുമ വന്ന് ആകെ വെള്ളം കുടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സെബി സഹോദരനോ സിജോ സഹോദരനോ വേഗം എന്ത് ചെയ്ത് ആ ഗ്യാപ്പിൽ നോക്കിയിട്ട് ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അപ്പം ഞങ്ങൾ ബൈബിൾ വായിച്ച സമയത്ത് ഞാനിപ്പോൾ വെള്ളം എടുത്ത് കുടിച്ചെന്ന് കൂട്ടിക്കോ. ഇപ്പോൾ എന്തായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ, എന്തുകൊണ്ട് സെബി സഹോദരൻ അല്ലെ സിജോ സഹോദരൻ എനിക്ക് വെള്ളം കൊണ്ടുവന്നു എന്താണെന്ന് പറയാം. അതായത് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഒരു പ്രവൃത്തിയായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി എനിക്ക് ആശ്വാസമായി. അവരെനിക്ക് വെള്ളം കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് എന്താണ് പറയപ്പെടുന്നത്? ഈ വചനപ്രകാരം പറയുന്നത്, ആകയാൽ സഹോദരരെ, ഇപ്പം എൻ്റെ സങ്കടത്തിലും കഷ്ടങ്ങളിലും നിങ്ങളുടെ വിശ്വാസം, അവർ തന്ന വെള്ളമല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ചോ അവരുടെ വിശ്വാസം എനിക്ക് ആശ്വാസം തരുന്നു. അവരുടെ വിശ്വാസ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി സഹായം എത്തിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യമ സഭയിൽ അതാ സംഭവിച്ചത്. ഏത് സഭയ്ക്കാണ് ക്ഷീണമുള്ളത്, ഏത് കുടുംബത്തിനാണ് ക്ഷീണമുള്ളത്, ഏത് ആൾക്കാരുടെ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഈ സഭാ തന്നെ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു സഹായം അവർക്ക് എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞു, എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസമായി. അല്ലാതെ ഞാൻ യേശു വിശ്വാസമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ യേശു വിശ്വാസമാണെന്ന് ഇവിടെ വിശ്വസിച്ചുകൊണ്ടിരുന്നോണ്ട് അവർക്കൊരു മണ്ണാങ്കട്ടം ലഭിക്കുകയില്ല. നിന്റെ വിശ്വാസം കൈ അങ്ങോട്ട് നീണ്ടിട്ട് ഒരു പ്രവൃത്തിയായിട്ട് അങ്ങോട്ട് എത്തണമെന്ന്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. 1 തെസ്സലോനിക്ക 3:10 കൂടെ വായിച്ചു നോക്കിയ സഹോദരങ്ങളെ. 1 തെസ്സലോനിക്ക 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക 3 നല്ല വചനമാണ്. ഒരുമിച്ച് ഉറക്ക പവർഫുൾ ആയിട്ട് നന്നായിട്ട് വായിക്കാം. നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നുകൂടെ വചനം വായിച്ചോ. നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലേ? ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ശ്ലീഹ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിന് ഞങ്ങൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് വിശ്വാസ കുറവുള്ള ഒരു വ്യക്തി നിന്റെ കുടുംബത്തിലുണ്ടെന്ന് വിചാരിക്കുക. വിശ്വാസം കുറവുള്ള വ്യക്തി കൊടുക്കുന്നതെന്നറിയാം, അവന് നീ എന്തെന്നറിയാം, ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി കൊടുത്താൽ അവൻ വിശ്വാസത്തിലേക്ക് വരും. ഇതാണ് പറഞ്ഞതിൻ്റെ ഒരു സൂചന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്.
അതായത് ഞാൻ ഒരു സംഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ കോഴിക്കോട് ഭാഗത്ത് ഒരു ബാങ്ക് മാനേജർ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ഈ ബാങ്ക് മാനേജർ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ ഈ ബാങ്ക് മാനേജർ ധ്യാനം കൂടി. ഇദ്ദേഹം കള്ളുകുടി എന്ന് പറഞ്ഞാൽ അതേപോലെ മതി ഒട്ടുക്കത്തെ കുടിയാണ്. എന്നാൽ അദ്ദേഹം സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞിങ്ങനെയാണ്: എൻ്റെ ഭാര്യയുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്നേഹവുമാണ് എന്നെ മാനസാന്തരപ്പെടുത്തി. ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടെന്നല്ല അയാൾ പറഞ്ഞത്. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പെട്ടെന്ന് പറഞ്ഞില്ല. എൻ്റെ ഭാര്യയുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്നേഹവുമാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത്. എന്നാലും വ്യക്തി പറഞ്ഞിങ്ങനെയാണ്: ഞാനിങ്ങനെ ബാങ്കിൻ്റെ മാതിരി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിങ്ങനെ കുടിച്ച് ഒറ്റ ദിവസം പോലും കുടിക്കാത്തതായിട്ട് അങ്ങനത്തെ ഞാൻ മിക്ക ദിവസം കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. വളരെ ചെറുക്കുന്ന ദിവസം കുടിക്കാതില്ല. അപ്പോൾ ഭർത്താവ് പറയാണ്: ഞാൻ എന്നൊക്കെയാണ് കുടിച്ച് ചെല്ലുന്നത് അന്ന് എൻ്റെ ഭാര്യ സ്നേഹത്തോടെ ഗേറ്റിങ്കൽ വന്ന് എന്നെ സ്വീകരിക്കും. എന്നാണ് കുടിച്ചുകൊണ്ട് വരുന്നത് അന്ന് ഭാര്യ സ്നേഹത്തോടെ. എന്നിട്ട് എന്നൊക്കെ ഞാൻ കുടിച്ചു ചെല്ലുന്ന അന്ന് എത്രമാത്രം സ്നേഹത്തോടെ എന്നോട് പെരുമാറാവോ അത്രയും സ്നേഹത്തോടെ എന്നെ പെരുമാറും. അന്ന് എനിക്ക് എൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ എന്നെ ഭക്ഷണം വിളമ്പി വെച്ച് തരും, വായിലോട്ട് വെച്ച് തരും. അതുപോലെ സ്നേഹത്തോടെ പെരുമാറുന്നു. എന്നിട്ട് അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എന്താ പറയുക, എൻ്റെ ഭാര്യയുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഇന്ന് എന്നെ ഈ മാനസാന്തരത്തിന് പ്രേരി. 11 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞ് 11 വർഷങ്ങൾക്ക് ശേഷം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ എൻ്റെ അതിൻ്റെ അർത്ഥം നീ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ ആ വിശ്വാസത്തിൻ്റെ വർധന വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിനുകൂടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി കൂടി ചെല്ലുന്നുണ്ടോ? ഉറക്കെ പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കബാരുടെ പുസ്തകം 1 മക്കബാർ 2-ാമത്തെ അധ്യായം 61-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വായിക്കണമെന്നില്ല, ഞാൻ പറയാം. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിച്ചുകൊണ്ട് തലമുറയായി നമ്മുടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി പോലും അശക്തരാകേണ്ടതില്ല. അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം സഹോദരങ്ങളെ? പറഞ്ഞതിൻ്റെ ഒരു നക്ഷലായിട്ട് പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൽ വർധനവ് വേണം. അത് വിശ്വാസത്തിന് ഉറയ്ക്കണം. വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതൊന്നിനും ഉറപ്പാണ് സംതിങ് മസ്റ്റ് ബി നീഡഡ്, എന്തെങ്കിലും വേണം. അപ്പോൾ ഇവിടെ മരത്തിന് വേരെന്നതുപോലെ വിശ്വാസത്തിന് വേരുതാണ്. വിശ്വാസത്തിൻ്റെ വേരിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്നേഹം. അപ്പോൾ സ്നേഹത്തിൽ വേര് പാകിയാലേ നീ വിശ്വാസം ഉറയ്ക്കുകയുള്ളൂ. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിച്ചാൽ മനസ്സിലാകുന്നൊരു വികാരമാണ്, അല്ലേ? ഒരമ്മയ്ക്കോ കുഞ്ഞിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ. അപ്പോൾ നിനക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വരണം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സഭ വിശ്വാസത്തിന് വരാൻ കാരണം എന്താ? സ്നേഹത്തിൻ്റെ പ്രവൃത്തി. അവർക്ക് തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായിട്ട് കൊടുത്ത് അവർ തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ചു. എന്നാൽ അവനവൻ്റെ സെൽഫിഷ്നെസ് സ്വാർത്ഥതയും കളയാതെ എൻ്റെ മക്കളെ സ്വർഗ്ഗത്തിലെത്തിയാൽ. കാരണം വിശ്വാസം എന്ന് പറയുന്നത് സുവിശേഷത്തിന് അനുസൃതമായി പ്രവൃത്തി ചെയ്യുന്ന അതാണ് ജീവനുള്ളത് സ്വർഗ്ഗത്തിലെത്തിക്കുന്നത്. അതാണ് പറഞ്ഞത്, സ്നേഹത്തിൻ്റെ പ്രവൃത്തി വരാത്തടത്ത് വിശ്വാസം നിർജീവമാണ്, അത് നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കുകയില്ല. അപ്പോൾ വിശ്വാസം ആശ്വസിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ അവരെ വിശ്വാസ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി ഇവരുടെ അടുത്തേക്ക് എത്തി. അത് ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നത്, വിശ്വാസത്തെ പ്രതി ചെയ്യുന്നത് അത് ആശ്വാസമായി എനിക്ക് ഭവിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭവിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കുറവ് നികത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോസ്തലന്മാർ കർത്താവ് വിശ്വാസം അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ധാരാളം ചെയ്തു തുടങ്ങിയ തന്നെ മാനസാന്തരം ഉണ്ടാവും. പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെട്ട വചനങ്ങൾ മുഴുവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മഴയായിട്ട്, ഒരു കൃപയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയണം. ഇപ്പോൾ വചനം വിത്താണ്, ഇനി മഴ പെയ്യണം. പരിശുദ്ധാത്മാവാകുന്ന മഴ പെയ്യണം. വിശ്വാസത്തിന് അനുദിനം നമ്മൾ വർദ്ധിച്ച് കൃപയിൽ ഉയർന്ന് നമ്മൾ വരണം. പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. 2 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. 2 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ വചനങ്ങൾ കേട്ടതുപോലത്തെ എല്ലാ അഭിഷേകങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയണം. വിശ്വാസത്തിനൊരു പകർച്ചയും ഒരു ഉയർച്ചയും ഉണ്ടാകണം. വിശ്വാസത്തിൻ്റെ വളർച്ച വേണം, വരൾച്ചയല്ല, അതിൻ്റെ വളർച്ച വേണം. അതിനുവേണ്ടി ആഗ്രഹിക്കാം. കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ. എൻ്റെ സഹോദരങ്ങളെ, ഇത് കേൾക്കാൻ അത്ര ഇമ്പമുള്ളൂ അല്ലെങ്കിലും ഇത് പരിശുദ്ധാത്മാവിൻ്റെ ചലനം നിങ്ങളുണ്ടാക്കും. കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. കർത്താവേ അടിക്കടി വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാം, അടിക്കടി വിശ്വാസത്തിൽ വർധന ഉണ്ടാകാൻ. ഓ കർത്താവേ, വിശ്വാസത്തിൽ വളർന്ന് 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 ഉയർന്ന് പോകുക തക്കവിധം പരിശുദ്ധാത്മാവേ വലിയ അഭിഷേകങ്ങളുടെ കൃപകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ആരാധന 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 ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന. കൈകൾ അടിച്ച്, കൈകൾ കൊട്ടി. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലൻ ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലൻ ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല. കണ്ണുകളടച്ച് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന നീ സ്വീകരിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന നിനക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നീ ഒരു കുർബാനയായിട്ട് മാറുന്നില്ലെങ്കിൽ, നീ അനേകർക്ക് വേണ്ടി മുറിയപ്പെടുന്നില്ല, നീ ജീവിത പങ്കാളിക്ക് വേണ്ടി മുറിയപ്പെടുന്നില്ലെങ്കിൽ, നീ സമൂഹത്തിന് മുറിയപ്പെടുന്നില്ലെങ്കിൽ, യേശു മുറിച്ച് തന്നെ നൽകിയതുപോലെ നിനക്കുള്ള മധുരമൊക്കെ പങ്കുവെക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അപകടകരമാണ്. അപ്പം നീ തീരുമാനമെടുക്കാം, ഞാൻ മുന്നേറും, ഞാൻ പോകും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആ വിശ്വാസത്തിൻ്റെ ഒരു മൽപ്പിടുത്തത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പാടി പാടി പ്രാർത്ഥിക്കുക. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്ന് ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്ന്, ഭാവി നശിക്കുമെന്ന് ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്ന്, ഭാവി നശിക്കുമെന്ന് ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവട് മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവട് മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല, പിന്മാറുകില്ല. പറക പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിയ വാരക്കട എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ പുറകോട്ടില്ല, മുമ്പോട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ദാരിദ്ര്യവും പ്രശ്നവും രോഗവും തകർച്ചയും നിറച്ചു നിൽക്കുന്നത് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ പേര് സ്നേഹത്തിൻ്റെ പേര് വാങ്ങിയാൽ എന്ത് വന്നാലും നമ്മൾ കുലുങ്ങല. Lord Jesus.